Hello everyone. MSc Mathematics first semester real analysis പേപ്പറിലെ തിയറം 2.12 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തിയറം 2.12 let a collection En where n equal to 1 2 3 etc. be a sequence of countable sets and put S equal to union n equal to 1 to infinity En, then S is countable. അതായത് നമുക്കൊരു സീക്വൻസ് ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് തന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ E1 E2 എക്സിട്ര എല്ലാം എന്താണ് കൗണ്ടബിൾ സെറ്റ്സ് ആണ്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് സീക്വൻസ് ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ആണ്. എന്നിട്ട് ആ എന്നുകളുടെ ഒക്കെ യൂണിയൻ നമ്മൾ എടുത്തു. എസ് ഈക്വൽ ടു യൂണിയൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി En ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ. ഇതാണ് ചുരുക്കത്തിൽ ഈ തിയറം ഉദ്ദേശിക്കുന്നത്. എന്താണ് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ. അപ്പോൾ പ്രൂഫ് നോക്കാം. എവ്രി സെറ്റ് En ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ്. ഈ സെന്റൻസ് എങ്ങനെ നമുക്ക് കിട്ടി? ഈ E1 E2 എക്സെട്ര എന്നുകളെല്ലാം എന്താണ് കൗണ്ടബിൾ സെറ്റ്സ് ആണ്. എവ്രി കൗണ്ടബിൾ സെറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് എന്ന് നമ്മൾ ഡെഫിനേഷൻ 2.7 പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ E1 E2 E3കളെല്ലാം നമുക്കൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ E1നെ x11 x12 x13 അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി. E2നെ x21 x22 x23 അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി. അങ്ങനെ എല്ലാറ്റിനെയും നമ്മൾ ഇങ്ങനെ സീക്വൻസ് രീതിയിൽ അറേഞ്ച് ചെയ്തു. ദ അറേ കൺസിസ്റ്റ് ഓൾ എലമെന്റ്സ് ഓഫ് എസ്. അതായത് ഈ അറേയിലെ എസിലെ എല്ലാ എലമെന്റ്സും കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ആരോസ്. നമ്മൾ ഇനി ആരോസ് വരയ്ക്കാൻ പോകാം. അതായത് ആദ്യം x1നെ കണക്ട് ചെയ്യുന്ന രീതിയിൽ, പിന്നെ ഈ രണ്ട് എലമെന്റ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ, x21നെയും x12നെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ, പിന്നെ 3 എലമെന്റ്സ്, അങ്ങനെ നമ്മൾ ആരോസ് വരച്ചു. കണ്ടിന്യൂ ചെയ്തു പോകും. ദെൻ as indicated by the arrows, these elements can be arranged in a sequence. അതായത് നമ്മൾ ആദ്യം x11നെ എഴുതി, പിന്നെ അടുത്ത ആരോയിൽ x21 x12 അത് എഴുതി, പിന്നത്തെ ആരോയിൽ x31 x22 x13 അങ്ങനെ നമ്മൾ ഈ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ആരോസ് ഈ എലമെന്റ്സ് നമ്മൾ ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കാം, ഈ E1ലെ ഒരു എലമെന്റും റിപ്പീറ്റ് ചെയ്യില്ല. കാരണം എന്താണ്? E1 ഒരു കൗണ്ടബിൾ സെറ്റ് ആണ്. കൗണ്ടബിൾ സെറ്റ് എന്താണ്? അത് ജെയിനോട് ഇക്വാലന്റ് ആയിരിക്കും. ജെ എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. എന്ന് വെച്ചാൽ ജെയിൽ നിന്ന് ആ സെറ്റിലേക്ക് ഒരു 1 1 ഓൺ 2 മാപ്പിംഗ് ഉണ്ടായിരിക്കും. സോ ഈ E1ലത്തെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല, E2ലത്തെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല, അങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ രണ്ട് സെറ്റുകൾ എടുത്താൽ ചിലപ്പോൾ റിപ്പീറ്റേഷൻ വരാം. അതായത് ഇവിടുത്തെ x11 ഒരു 4 ആണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ x22 4 ആവാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനി 2 ഓഫ് ദീസ് സെറ്റ്സ് En have elements in common, this will appear more than once in the above arrangement. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അറേഞ്ച്മെന്റിൽ റിപ്പീറ്റേഷൻ വരാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ x11 4 ആണ്, x22ഉം x11 തന്നെയാണ്. ഇപ്പോൾ 4 4 2 തവണ റിപ്പീറ്റേഷൻ വരാമല്ലോ. ഇനിയുള്ള സെന്റൻസ് ശ്രദ്ധിക്കുക. ഹെൻസ് there is a subset T of set of all positive integers such that S is equivalent to T. നമുക്കറിയാം ഒരു സീക്വൻസ് എന്താ? സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ജെ ആണ്. ജെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് സീക്വൻസ്. ആ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആവാം, ആവാതിരിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ സീക്വൻസ് ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻഡ് ഓൺ ജെ. ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ 1ൽ നിന്ന് x11ലേക്ക്, 2ൽ നിന്ന് x21ലേക്ക്, 3ൽ നിന്ന് x12ലേക്ക് അങ്ങനെ. പക്ഷെ ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു ജെയും ഇതും ഇക്വാലന്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജെയുടെ ഒരു സബ്സെറ്റ് ടി എന്ന് പറയുന്നത് എസിനോട് ഇക്വാലന്റ് ആയിരിക്കും. എസ് എന്താ? യൂണിയൻ ഓഫ് എലമെന്റ്സ് ഓഫ് ഇഎനുകളുടെ യൂണിയൻ ആണ്. ഇഎനുള്ള സെറ്റുകളുടെ യൂണിയൻ ആണ് എസ്. എസിൽ റിപ്പീറ്റേഷൻ വരില്ല. യൂണിയൻ എടുക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരില്ല. ആ എസ് ജെയുടെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ടീനോട് ഇക്വാലന്റ് ആയിരിക്കും. അതായത് എസും ടിയും തമ്മിലൊരു 1 1 ഓൺ 2 മാപ്പിംഗ് ഉണ്ടായിരിക്കും.
അതാണ് ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദർ ഈസ് എ സബ്സെറ്റ് ടി ഓഫ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് സച്ച് ദാറ്റ് എസ് ഈസ് ഇക്വാലന്റ് ടു ടി. ടി എന്താ? ജെയുടെ സബ്സെറ്റ്. ജെ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ടി എന്ന് പറയുന്നത് ഏതൊരു ഫൈനൈറ്റ് ആകാം അല്ലെങ്കിൽ കൗണ്ടബിൾ ആകാം. ജെ കൗണ്ടബിൾ ആണല്ലോ. സോ ഇവിടെ നമ്മൾ ഇക്വാലന്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എസ് എന്താവും? അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആവും. എസും ഏതൊരു ഫൈനൈറ്റ് ഓർ കൗണ്ടബിൾ ആകാം. അപ്പൊ എസ് എന്താണ്? അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആണ്. പക്ഷെ എസിന്റെ എസ് എന്താ? യൂണിയൻ ഓഫ് ഈ ഇ എന്നുകളാണ്. ഇ എന്നുകളെല്ലാം കൗണ്ടബിൾ ആണ്. അപ്പൊ ഇ എന്നുകളൊക്കെ എസിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇ എന്നുകൾ കൗണ്ടബിൾ ആണ്. എസിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ഈ കൗണ്ടബിൾ സെറ്റ് വരുന്നത്. അപ്പോൾ therefore നമുക്ക് എന്ത് പറയാം? എസ് കൗണ്ടബിൾ ആണെന്ന് പറയാം. അതിലെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് let collection n where n equal to 1, 2, 3 etc. be a sequence of countable sets and put s equal to union n equal to 1 to infinity en, then s is countable. നമ്മളത് പ്രൂവ് ചെയ്തു. അതായത് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് കൗണ്ടബിൾ ആണ്. താങ്ക് യു.